അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ കേട്ടോ. എന്നും കഞ്ഞിയും പയറും കഴിച്ച് മടുത്തു. അപ്പോൾ ഞങ്ങളിന്ന് ഓർഡർ ചെയ്തത് വിഴിഞ്ഞ ചിക്കനാണ്. വിഴിഞ്ഞ ചിക്കൻ്റെ കൂടെ ഒരു 3-4 പൊറോട്ട നമ്മൾ എക്സ്ട്രാ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടോ. പൊറോട്ട പറയുമ്പോൾ നിങ്ങളൊരിക്കും അയ്യോ ഇതിൻ്റെ കൂടെ തന്നെ 3 പൊറോട്ടയും ഒരു ചിക്കനാണ് ഒരു സെറ്റ് വരുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു 6 പൊറോട്ടയും കൂടി വാങ്ങണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവരൊക്കെ പണ്ടാറടിക്ക് ചത്തോലെ ഇത്രയും പൊറോട്ട കഴിച്ചായിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണം കേട്ടോ. ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ വെറും പപ്പടം വലുപ്പം, പപ്പടത്തിനേക്കാൾ വലുപ്പം ഉണ്ടായിരിക്കും. ഇതിനേക്കാളും നൈസാണ് ഈ പൊറോട്ട വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 8 പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ 2 പൊറോട്ടയുടെ അത്രയും കൂടെ ഫീൽ തോന്നത്തില്ല. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താ വിഴിഞ്ഞ ചിക്കനും പൊറോട്ടയുടെ ഒരു സെറ്റാണ് വാങ്ങിയത്. അശ്വതേച്ചിട്ടുണ്ടോ ആദ്യം തന്നെ ഞാൻ ടേസ്റ്റ് ഒക്കെ പറഞ്ഞാൽ അശ്വതേച്ചി വായിൽ വെക്കുന്നേക്കാളും പിന്നെ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്, സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളിത് എപ്പോഴും ഷോപ്പ് പോയിട്ടാണ് കഴിക്കാറ്. ആദ്യമായിട്ട് നമ്മൾ റൂമിലോട്ട് ഓർഡർ ചെയ്ത് കഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ഓൾറെഡി കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അടുത്ത ഊഴ എൻ്റെതാണ്. ഞാനും തന്നെ അതെടുത്ത് ആദ്യം ഒരു കടി അടിച്ചു. ആഹാ സൂപ്പർ, എരിവൊന്നും നമുക്കൊരു പ്രശ്നമല്ല കേട്ടോ. പക്ഷേ രണ്ടാമത്തെ പീസ് നമുക്ക് ഒന്ന് നിങ്ങൾക്ക് മുന്നിലും മാത്രം, വീഡിയോക്ക് മുന്നിൽ മാത്രം ഞാൻ വീണ്ടും കഴിക്കണം. വീഡിയോ ഉണ്ട്, ഫോൺ അങ്ങോട്ട് വീഡിയോ ഓഫാക്കി കഴിഞ്ഞാൽ അപ്പം നമ്മൾ വെള്ളം കുടിച്ചൊക്കെ ഇതാകും കേട്ടോ. അത്ര എരിവായിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ ഇഷ്ടം കൊണ്ട് മാത്രം നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കണം കേട്ടോ. അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേരാണെങ്കിൽ പരസ്പരം മിണ്ടാതിരുന്ന് കഴിക്കട്ടോ, ഒരു ശല്യമില്ല. കാരണം എന്താ വെച്ചാൽ എരിവ് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഞാനിത് ഓൺ വോയിസ് ഇട്ടതായിരുന്നു. പക്ഷേ അതിൽ എരിവ് വലിക്കണ സൗണ്ട് കാരണം കൊണ്ട് ഞാൻ ആ കട്ടാക്കിയിട്ട് ഓൺ വോയിസ് ഇപ്പം ഞാൻ കൊടുത്തതാണ് കേട്ടോ. അത്ര എരിവായിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ആഗ്രഹം അങ്ങ് തീർത്തിട്ട് വിഴിഞ്ഞ ചിക്കൻ കഴിക്കണമെന്നുള്ള ആഗ്രഹം നമ്മൾ തീർത്തിട്ടുണ്ട്. മസാലയൊക്കെ ബാക്കിയായിട്ടുള്ള ചിക്കനും പൊറോട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നാളെ രാവിലെ അറിയാൻ പറ്റുള്ളൂ. ഇത്രയും സ്പൈസി കഴിച്ചിട്ടില്ല എന്താ അവസ്ഥ എന്നുള്ളതൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ കിട്ടിയിട്ട് വിഴിഞ്ഞത്തിൻ്റെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചത് ഇവിടെ ചെന്നൈയിൽ നിന്നാണ്. പിന്നെ ഈ വിഴിഞ്ഞ ഷോപ്പിൽ ചിക്കൻ മാത്രമല്ല കേട്ടോ, വേറെയും പല സ്പെഷ്യലായിട്ടുള്ളത്. കേരളത്തിൽ ബിരിയാണി ഉണ്ട്, പിന്നെ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ കഴിക്കാറ് വിഴിഞ്ഞ ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് വിഴിഞ്ഞ ചിക്കൻ തന്നെ കേട്ടോ. ഈ ഇരുന്ന് കഴിക്കണം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഇത് കട്ട് ചെയ്തിട്ടാണ് ആദ്യം ഒരു കടി അടിക്കും പിന്നെ വെള്ളം കുടിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. എൻ്റെ പൊന്നടാവേ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യും, നമുക്ക് എങ്ങനെയായാലും കഴിക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിച്ച് വന്നാൽ പിന്നെ കഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞാൽ സ്പൈസിയാണ്. സ്പൈസി ഇഷ്ടപ്പെടാത്തവർ ഒരിക്കലും പോകരുത് പറഞ്ഞാൽ പോകരുത്. പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ചുണ്ടും ചെറിയ എരിഞ്ഞിട്ട് വയ്ക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ഞാനൊക്കെ ഏകദേശം കഴിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം തരക്കേടിൽ എരിവ് കൂട്ടുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒട്ടും പറ്റാത്തവർക്ക് ഒരിക്കലും പറ്റൂല. പിന്നെ നന്നായി കഴിക്കുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ചെന്നൈയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ കയറി കഴിച്ച് നോക്കാം, ഇഷ്ടമുള്ളവർ പോവാം. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷങ്ങൾ നാളെ രാവിലെ അറിയാലോ. ഓക്കെ ബൈ.